ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ BS6 ഡിയോ ആണ്, ഹോണ്ട ഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ലുക്ക് നോക്കാം. ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ആ ഡിയോയുടെ തന്നെ ആ ലുക്ക്, BS4 എഡിഷൻ്റെ ആ ഒരു സെയിം ലുക്കാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ഒരു സൈഡിലത്തൊരു സൈഡ് പാനൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫ്രണ്ട് ലുക്ക് ഏതാണ്ട് സെയിം ആണ്. പിന്നെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സെയിം ഹൈറ്റും അതേ വിഡ്ത്തും തന്നെയാണ്. ഇത് ഡിയോ BS6 വേരിയൻ്റ് ആണ്. BS6 ഡിയോയുടെ തന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് വേർഷനാണ്. ഡിയോയുടെ തന്നെ ഇപ്പം 3 വേർഷൻ വരുന്നുണ്ട്. ഒന്ന് ഡിയോ സ്റ്റാൻഡേർഡ്, ഒന്ന് ഡീലക്സ്, ഒന്ന് റെപ്സോൾ എഡിഷൻ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഡിയോ സ്റ്റാൻഡേർഡ് BS6നെ പറ്റി സംസാരിക്കാം. അപ്പം ഡിയോ സ്റ്റാൻഡേർഡിന് ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ പഴയ ആ ഒരു ഹാലജൻ ഈ സ്റ്റാൻഡേർഡിനാണ് ഹാലജൻ ലൈറ്റാണ് വരുന്നത്. സാധാ ഹാലജൻ ഹെഡ്ലൈറ്റും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും ബാക്കിയൊക്കെ സെയിം. നോർമലി ഇവിടെ ഒരു LED പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ അത്യാവശ്യം സെയിം ആണ്. നമുക്ക് ബാക്കിലത്തെ ആ ലുക്ക് നോക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ബാക്കിലത്തെ ആ ഒരു ലുക്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് ഹാലജൻ ലൈറ്റാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലാമ്പും എല്ലാം ഹാലജനാണ് വരുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ എഞ്ചിനെ പറ്റി സംസാരിക്കുമെങ്കിൽ BS6 വിത്ത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വണ്ടി. ഫ്യൂവൽ ഇഞ്ചക്ഷൻ നമുക്കിവിടെ കാണാം. PGM-FI പ്രോഗ്രാംഡ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഡിയോയ്ക്ക് വരുന്നത് 110 cc എഞ്ചിനാണ് വരുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. പഴയ പോലെ കാർബറേറ്റർ അല്ല, ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ഡിയോ സ്റ്റാൻഡേർഡാണിത്. ഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം ഈ ഡിയോ സ്റ്റാൻഡേർഡ് തന്നെ അത്യാവശ്യം നല്ല കളർ വേരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് 12 ഇഞ്ച് വീൽസാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് പക്ഷേ ഒരു 10 ഇഞ്ച് വീലാണ് വരുന്നത്. മാക്സിസിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫൂട്ട് റെസ്റ്റ്, ആ ഒരു പഴയ ഡിയോയ്ക്ക് നമുക്ക് ഫൂട്ട് റെസ്റ്റ് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ നമ്മുടെ പുതിയ BS6 വേരിയൻറ്റിനെല്ലാം ഫൂട്ട് റെസ്റ്റ് നമുക്ക് പുറത്തോട്ട് എടുക്കാം. മറ്റേ പഴയ ഡിയോയ്ക്ക് ഇവിടെ തന്നെ ആയിരുന്നു ഫൂട്ട് റെസ്റ്റ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി സംസാരിക്കുകയെങ്കിൽ 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമ്മുടെ ഡിയോ BS6 വേരിയൻറ്റിന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലുക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഡിയോ മെയിനായിട്ട് നമ്മൾ ലേഡീസ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ലേഡീസിൻ്റെ ആ ഒരു കാറ്റഗറി അല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലേഡീസ് അല്ലാതെ നമ്മൾ യങ്സ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഡിയോ. അത്യാവശ്യം നല്ല ലുക്കും. സാധാരണ നമ്മുടെ സ്കൂട്ടേഴ്സിനൊക്കെ നമ്മുടെ ഹാൻഡിൽ ബാറിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കിറ്റിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വേറെ ടൈപ്പാണ്. പിന്നെ നമുക്ക് എല്ലാ സ്കൂട്ടേഴ്സിനകത്തും കാണുന്ന പോലെയല്ല. ഡിയോയ്ക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റൈഡ് ഫീലും ആ ഒരു റൈഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ്സിനെ പറ്റി സംസാരിക്കുമെങ്കിലും അത്യാവശ്യം നല്ല വിഡ്ത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല സോഫ്റ്റാണ് സീറ്റ്സൊക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന സീറ്റാണ്. അതേപോലെ തന്നെ ഗ്രാബ് റെയിൽ, ബാക്കിലിരിക്കുന്ന ആൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല കംഫർട്ടായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഗ്രാബ് റെയിലാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങുമാണ് ഗ്രാബ് റെയിൽസൊക്കെ. പിന്നെ നമുക്കിനി ക്ലസ്റ്റേഴ്സിനെ പറ്റി സംസാരിക്കാം. നമുക്ക് അതിനു മുമ്പ് സ്വിച്ചസിനെ പറ്റി സംസാരിക്കാം. അപ്പം ഇത് പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ട് കാണും. ഇത് നമ്മുടെ സ്കൂട്ടേഴ്സിന്, അതായത് വിത്തൗട്ട് ഗിയേഴ്സിനൊന്നും അധികം കണ്ടുവരാത്തൊരു സ്വിച്ചാണ്. ഇത് എൻജിൻ കിൽ സ്വിച്ച് അഥവാ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. ഈ സെറ്റിൻ്റെ അവിടെ തന്നെ നോക്കുമെങ്കിൽ നമുക്ക് ഇതിപ്പം ഓഫിലാണ് കിടക്കുന്നത്. ഓഫ് നമുക്ക് ഒന്ന് റൈറ്റിലോട്ടാക്കുമ്പോൾ സീറ്റ് അല്ലെങ്കിൽ ഫ്യൂവൽ തന്നെ സെപ്പറേറ്റ് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്. സീറ്റ് ഒരു പ്രസ് കൊണ്ട് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാം. ഫ്യൂവൽ ലിഡ് നമുക്ക് ബാക്കിലാണ് വരുന്നത്. ഫ്യൂവൽ ലിഡ് ഒരു 5 to 6 liters ആ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഡിയോയ്ക്ക്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സീറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പം അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഒരു ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് നമുക്ക് ഇപ്പം കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഒരു ഹെൽമെറ്റ് സുഖമായിട്ട് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇതിൽ ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഡിയോയുടെ അണ്ടർ സീറ്റിൽ. പിന്നെ നമുക്ക് ഇവിടെയും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. സ്വിച്ചസിനെ പറ്റി പറയുമെങ്കിൽ നമുക്ക് ഒരു ബ്രൈറ്റ് ഡിം, അതിൽ തന്നെയാണ് നമുക്ക് പാസിൻ്റെ ലൈറ്റും വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഡിയോ സ്റ്റാൻഡേർഡ് വേർഷൻ ആയതുകൊണ്ടാണ് ഇതിന് അനലോഗ് മീറ്റർ വരുന്നത്. ഡിയോ ഡീലക്സ് ആകുമ്പോഴും ഡിയോ റെപ്സോൾ ആകുമ്പോഴും നമുക്ക് ഇത് വേരി ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ഇതിപ്പം
നമുക്ക് വരുന്നത് അനലോഗാണ്. ഈ അനലോഗിനകത്ത് നമുക്ക് ഒരു ട്രിപ്പ് മീറ്റർ ഉണ്ട്, പിന്നെ ഒരു സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമുക്ക് അല്ലാതെ വരുന്നത് ഒരു എൻജിൻ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, പാസിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയും ഒരു ആവശ്യത്തിനുള്ള മാത്രം ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു കൺസോളാണ് നമുക്ക് വരുന്നത്. ഗൈസ്, നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. എക്സോസ്റ്റ് നോട്ട് നമുക്ക് പഴയ ഡിയോ അല്ല, ഇത് വേറൊരു സ്കൂട്ടറിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പഴയ ആ ഒരു സൗണ്ടേ അല്ല നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ചെറിയൊരു ഗ്രണ്ടും ഒക്കെയുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ നമുക്കിവിടെ DRLs ഉണ്ട്, LED DRLs ഉണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് ഹാലജനാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഹാലജൻ തന്നെയാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ലുക്കുണ്ട് വണ്ടിക്ക്. ആ ഒരു കളർ വേരിയൻറ്റ്, ഈ ബ്ലൂവും വൈറ്റും തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഒരു കളർ വേരിയൻറ്റ് നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യത്തിന് ഇവിടെ ഒരു ഹുക്കുണ്ട്, ചെറിയൊരു ഹുക്കുണ്ട്. സാധാരണ എല്ലാ സ്കൂട്ടേഴ്സിനും ഇവിടെയാണ് വരുന്നത്. ഡിയോയ്ക്ക് ഇത് ഇവിടെയാണ് ഹുക്ക് വരുന്നത്. ഗൈസ്, നമുക്ക് ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാം. വണ്ടി അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാം. വണ്ടി അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ലെഗൊക്കെ വെക്കാൻ. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗൈസ്, വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ്, നല്ല സൗണ്ടൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടാണ്. പഴയ ഡിയോയ്ക്കാലും അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടാണ് എൻ്റെ സൗണ്ടൊക്കെ. നല്ലത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒരു അൺകംഫർട്ടൊന്നും തോന്നില്ല. വണ്ടി ജസ്റ്റ് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയൊരു വൈബ്രേഷനോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹോണൊക്കെ അത്യാവശ്യം സൗണ്ടുണ്ട്, ഹോണിനൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഓടിക്കാൻ നല്ലൊരു റൈഡ് ഫീൽ നമുക്ക് ഈ ഡിയോ BS6 വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗൈസ്, വണ്ടി നല്ല ഫ്ലിക്കബിളാണ്. നമുക്ക് ട്രാഫിക്കിലൊക്കെ കട്ട് ചെയ്ത് പോകണമെങ്കിലും വണ്ടി നല്ല ഫ്ലിക്കബിളാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്മൂത്താണ് വണ്ടി. പിന്നെ നമുക്ക് മൈലേജ് നമുക്കൊരു BS6ഉം ഫ്യൂൽ ഇഞ്ചക്ഷനും കൂടെ ആയതുകൊണ്ട് നമുക്ക് അറൗണ്ട് 45+ ഒരു 50 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം പിന്നെ സ്കൂട്ടേഴ്സ് ആയതുകൊണ്ട് അധികം ലോങ് നമുക്ക് പോകാനൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. എന്നാലും ഡിയോ ആയതുകൊണ്ടും ഈ ഒരു റൈഡിങ് പൊസിഷൻ നമുക്ക് അത്യാവശ്യം എനിക്കൊരു കംഫർട്ട് ലെവലാണ്. അത്യാവശ്യം നമുക്ക് ബ്രേക്കിംഗ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വണ്ടി നല്ല പെട്ടെന്ന് സ്ലോ ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. റെപ്സോളിലും വരുന്നില്ല, ഡീലക്സിലും വരുന്നില്ല, DXലും വരുന്നില്ല, സ്റ്റാൻഡേർഡിലും വരുന്നില്ല. അപ്പം ബ്രേക്കിംഗ് അത്യാവശ്യം ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ, പിന്നെ കോമ്പി ബ്രേക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. സസ്പെൻഷനൊക്കെ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ടിലത്തെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. വണ്ടി അത്യാവശ്യം പവറുണ്ട് വണ്ടിക്ക് നല്ല ലുക്കും ഉണ്ട്. അപ്പം വണ്ടി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി റോഡ് സൈഡിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റി. പിന്നെ കൈ എടുത്തിട്ട് അത്യാവശ്യം നല്ല പവർ ഉള്ളതുകൊണ്ട് വണ്ടി പെട്ടെന്ന് കയറി. അത്യാവശ്യം മൈലേജും ലുക്കും എല്ലാം ഉണ്ട് വണ്ടിക്ക്. സീറ്റ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ്, ലോങ്ങൊക്കെ പോകാനും നല്ല കംഫർട്ടബിളാണ്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് കൈയെടുത്ത് നോക്കാം, നമുക്ക് പവർ നോക്കാം. കുഴപ്പമില്ലാത്ത പവറുണ്ട്, അത്യാവശ്യം നല്ല പവറുണ്ട്. പക്ഷേ BS6 വേരിയൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഒന്ന് കുറച്ച് പവർ വെച്ച് നോക്കുമെങ്കിൽ വണ്ടിക്ക് ഒരു 0.1 PS പവർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോർക്ക് നോക്കുമെങ്കിൽ ആ 0.1 Nm ടോർക്ക് കൂടിയിട്ടുണ്ട്. അപ്പം എൻജിൻ സൈഡ് പക്ഷേ നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു കുറച്ചൊരു പവർ ലാഗ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് BS6+ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ടാണ്. ഗൈസ്, പിന്നെ ഈ നമ്മുടെ ഡിയോ ഇപ്പോൾ വരുന്നത് ESP എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഹോണ്ടയുടെ. നേരത്തെ നമ്മുടെ HET ഹോണ്ട എക്കോ ടെക്നോളജി വരുന്നുണ്ട്.
പിന്നെ ESP എന്ന് പറയുന്നൊരു ടെക്നോളജി വരുന്നുണ്ട്. ESP എന്ന് പറയുമ്പം എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ, അത് നമ്മുടെ അത്യാവശ്യം മൈലേജ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു മിനിമം ഒരു 1 ലിറ്റർ പെട്രോളെങ്കിലും നമ്മുടെ വണ്ടിയിൽ വേണം. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാമെന്നെങ്കിൽ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ അല്ലെങ്കിൽ അതിൻ്റെ പമ്പ് പെട്ടെന്ന് അടിച്ചു പോകുന്നതായിരിക്കും. അപ്പം ഗൈസ് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. 130 mm ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്ക് വരുന്നത്. ഡിസ്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. നമുക്ക് ഹോണ്ടയുടെ തന്നെ മറ്റേ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് എൻഗേജ് ആവും. ബാക്ക് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് കോംബി ബ്രേക്ക് സിസ്റ്റം. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ ഡിയോ സ്റ്റാൻഡേർഡിൻ്റെ തന്നെ ഒരു മാറ്റ് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. നമുക്കിപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയുള്ള സോഡിയാക് ഹോണ്ടയാണ്. നമ്മുടെ കഴിഞ്ഞ ഹോർണറ്റിൻ്റെ ആ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടതാണ് നമ്മുടെ സോഡിയാക് ഹോണ്ട. ഹോർണറ്റ് 2.0 വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് ഇനി കാണാനുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് എല്ലാവരും പോയി കാണുക. എന്നിട്ട് അതിൽ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ സോഡിയാക് ഹോണ്ടയിലെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്. ആ ഓഫേഴ്സ് തന്നെ, ആ സെയിം ഓഫേഴ്സ് തന്നെ നമുക്കിപ്പം ഡിയോയ്ക്കും വരുന്നുണ്ട്. ഓഫേഴ്സ് എന്താണെന്ന് വെച്ചാൽ പറ്റും. പിന്നെ ബോഡി കവർ, പിന്നെ അല്ലാതെ തന്നെ ഡിസ്കൗണ്ട് ഓഫേഴ്സും ഉണ്ട്. അപ്പം നമ്മുടെ KL24 വ്ളോഗ്സ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ് വന്നാലാണ് ഇത്രയും ഓഫേഴ്സ് ഉള്ളത്. അല്ലാതെ തന്നെ നമ്മുടെ സോഡിയാക് ഹോണ്ടയിൽ അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഞാൻ ഈ സോഡിയാക് ഹോണ്ടയിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് റൈഡ് അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ചുള്ള ഓൺ റോഡ് പ്രൈസ് എന്തറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ റിവ്യൂ വേണം, ജസ്റ്റ് ടെസ്റ്റ് റിവ്യൂ വേണം എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പം വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗായ്സ്. ബൈ.